ഇനി ശ്രീ പാർവതി എന്താ ഇതിന്റെ കാരണം? നിത്യവും കള്ളു കുടിച്ച് ഞാൻ എന്റെ കൈലാസത്ത് പോയിട്ട് മത്തവിലാസം എന്ന ശിവഭ്രാന്താടും. ഇത് നിത്യം കുടിച്ചിട്ട് പോകുമ്പോൾ ഒരു ശല്യമായിട്ട് ആർക്ക് തോന്നി? ശ്രീ പാർവതിക്ക് തോന്നി ഈ ശല്യം തീർക്കണമെന്ന് അല്ലേ ശ്രീ പാർവതി ആഗ്രഹിച്ചു അല്ലേ. ഒരു ദിവസം ഇങ്ങനെ മുരട്ട് വന്നിട്ട് അമ്മയുടെ തൃക്കരം കൊണ്ട് തടിയിട്ടങ്ങ് മേൽപ്പൊട്ടാക്കി. പിറ്റേന്ന പാൽ ലോകം പുലരുന്നേരം മധുവിനായിട്ട് കേട്ടൊരു സമയത്തിനകത്ത് അന്ന് പാല് മുരട്ട് കണ്ടില്ല. ഏത് പാല്? മുലപ്പാൽ. മുലപ്പാലല്ലേ? മുലപ്പാലല്ല. അങ്ങനെ മുലപ്പാല് കണ്ടില്ല. അങ്ങനെ പാർവതിയുള്ള ക്രോത്രം കൂടെ ഞാൻ എന്റെ വലത്തെ തുടയിലടിച്ചു. ആ വലൻ തുടയുന്നുണ്ടായതാണ് ആദ്യ വയനാട്ടുകുളം. കേട്ടിട്ടുണ്ട? ആദ്യയിൽ ആദ്യം ഉണ്ടായ തീനാറാണ് വയനാട്ടുകുളമൻ. അതുകൊണ്ടാണ് തുളസിനെ വിളിക്കുന്നത് ആദ്യ വയനാട്ടുകുളം അല്ലേ. അങ്ങനെയാണ് എട്ടിന് വന്നിരിക്കുന്ന വംശപരമ്പര ഉണ്ടായത്. ആല, താല, കൈതോട, നെല്ലിക്ക, പരക്ക, ഇല്ലപ്പേര. അങ്ങനെ ആ എട്ടിലും ഉണ്ടാകും. എട്ടിലത്തിനും പറഞ്ഞില്ലേ ആല, താല, കൈതോട, നെല്ലിക്ക, പരക്ക. അപ്പൊ നിങ്ങൾക്കൊരു പ്രവൃത്തിയുണ്ട്. ഏറ്റുപിടിച്ചില്ല, കുടിക്കാൻ പിടിച്ചില്ല, കുടിക്കുന്നുണ്ട് അല്ലേ, ഉൽപ്പാദിപ്പിക്കാൻ പിടിച്ചിട്ടല്ല. അറിയട്ടെ, നമ്മുടെ പാരമ്പര്യം ചെയ്ത അനുഭവങ്ങളല്ലേ. ആചാരമാകുലവിദ്യ ചെയ്യാതവർക്ക്, ആചാര ഗുരു ശിഷ്യ ബന്ധമറിയാതവർക്ക്, ബാക്കിയുടെ വിശ്രമം അറിയുന്ന ആളാണ്. ആചാര ഗുരു ശിഷ്യ ബന്ധം അറിയുന്നവർക്ക്, 102 വചനം പറയുന്നവർക്ക്, മൂവർക്കും ഇങ്ങോട്ട് വലിയ പശു ചോറുന്ന അല്ലേ. അപ്പോ കുലപ്രവൃത്തി അറിയാതവന് പുല്ല് കൊടുക്കണം, പശുവിന് ചോറ് കൊടുക്കണം പറഞ്ഞാൽ ഇത് നടക്കുക. അക്കര നല്ലൊരു തീയൻ വളർന്നു, ഇക്കര നല്ലൊരു പനയും വളർന്നു, ആപ്പനാരെത്തി കുടിക്കണം ചെയ്യാം. ആശാരി മകനൊരു പുട്ടൽ കൊടുത്തു, കൊല്ലൻ മകനൊരു കത്തി കൊടുത്തു. 1 പിടിച്ചവൻ കണ്ടാ പറഞ്ഞു, 2 പിടിച്ചവൻ മരത്തോടണഞ്ഞു, പഴയപോലെ മാറ്റി പുതിയ പോലെ കെട്ട് ചുണ്ടു മുറിച്ച് പാനി കമ്പത്തിട്ട് പുറകോട്ട്